ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തന്റെ പിൻഗാമിയായി മകനെ പ്രഖ്യാപിച്ചെന്ന റിപ്പോർട്ട്. രണ്ടാമത്തെ മകൻ മജീബ ഖമേനിയെ അടുത്ത നേതാവായി തിരഞ്ഞെടുത്തതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതീവ രഹസ്യമായാണ് നടപടി. 85-കാരനായ അലി ഖമേനി മരണത്തിനു മുൻപ് സ്ഥാനമൊഴിഞ്ഞേക്കും. പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. ഖമേനിയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ 26-ന് അതീവ രഹസ്യമായി നടന്ന യോഗത്തിലാണ് പിൻഗാമിയെ സംബന്ധിച്ച തീരുമാനമുണ്ടായത്. യോഗത്തിലെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഖമേനി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. 5 ആഴ്ചയ്ക്ക് ശേഷം ഇറാൻ ഭരണകൂടത്തിന്റെ എതിരാളികളായ മാധ്യമമാണ് ആദ്യ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഖമേനിയുടെ മകൻ പരമോന്നത നേതാവാകുന്നതിൽ ഇറാൻ ജനതയ്ക്ക് കടുത്ത എതിർപ്പാണ് ഉള്ളത്. ഇത് മുൻകൂട്ടി കണ്ടാണ് വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പദവികളില്ലെങ്കിലും കഴിഞ്ഞ 2 വർഷമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ പല തീരുമാനങ്ങൾക്ക് പിന്നിലും മൊജോബ ഖമേനിയാണെന്നും പറയപ്പെടുന്നു. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും സർക്കാരും ഇസ്രായേലിനേക്കാൾ ഭയപ്പെടുന്നത് സ്വന്തം ജനതയാണെന്ന് വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇറാനിലെ ഭരണകൂട ഭീകരതയിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്നും അവരുടെ പ്രതിഷേധങ്ങളിൽ സർക്കാർ പേടിച്ചിരിക്കുകയാണെന്നും നെതന്യാഹു പറയുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർക്കാൻ ഇറാൻ ധാരാളം പണം ചെലവാക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ അണഞ്ഞുപോകാൻ അനുവദിക്കരുത്. നിങ്ങൾ മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു. സ്ത്രീകൾ, ജീവിതം, സ്വാതന്ത്ര്യമെന്ന്. ഇസ്രായേലും ഈ ലോകവും നിങ്ങൾക്കൊപ്പമുണ്ട്. ഖമേനി സർക്കാർ ഇസ്രായേലിനേക്കാൾ ഭയക്കുന്നത് സ്വന്തം ജനങ്ങളെയാണ്, നെതന്യാഹു പറഞ്ഞു. വസ്ത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇറാനിലെ യുവജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ലോകമാകെ ശ്രദ്ധ നേടിയിരുന്നു. മത പോലീസിന്റെ കസ്റ്റഡിയിൽ മഹസ അമിനി എന്ന 22-കാരി കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷമാണ് പ്രക്ഷോഭങ്ങൾ അതിശക്തമായത്. 2022 സെപ്റ്റംബർ മാസത്തിലാണ് ശിരോവസ്ത്രം ധരിക്കാത്ത കുറ്റത്തിന് മഹസ അമിനിയെ മത പോലീസ് പിടികൂടിയത്. കസ്റ്റഡിയിലിരിക്കെ തലക്കടിയേറ്റാണ് അമീനി കൊല്ലപ്പെട്ടതെന്നാണ് കുടുംബം ആരോപിച്ചത്. അമീനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. തെരുവിലിറങ്ങിയ സ്ത്രീകൾ ശിരോവസ്ത്രങ്ങൾ കീറിയെറിഞ്ഞ് രോഷം പ്രകടിപ്പിച്ചു. മാസങ്ങൾ നീണ്ട പ്രക്ഷോഭത്തിൽ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 581-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. 2000-ഓളം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.